നമസ്കാരം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദൃഢബന്ധത്തിൽ ട്രംപിന് ഇരിക്കപ്പൊറുതി ഇല്ല എന്നതാണ് വസ്തുത. മോദി എന്തു ചോദിക്കുന്നോ അതെല്ലാം നൽകാൻ റഷ്യ തയ്യാറാണ്. എന്തെങ്കിലും അധികൃത ആയുധം റഷ്യക്ക് ലഭിച്ചാൽ അതെല്ലാം ഉടൻ തന്നെ പുടിൻ ഇന്ത്യക്ക് കൈമാറും. കൂടാതെ അതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ നൽകുകയും ചെയ്യും. അമേരിക്ക ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്ന യുദ്ധവിമാനമായ F-35 ഇന്ത്യ തുടക്കം മുതൽ തന്നെ വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. കാരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടന്ന കിടപ്പ് നിസ്സാരമല്ല. അത് കണ്ടപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ എല്ലാം ഉറപ്പിച്ചതാണ് F-35 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ അപകടത്തിലാകുമെന്ന്. അമേരിക്കയിൽ നിന്നും വിദഗ്ധർ എത്തിയിട്ട് പോലും ആ വിമാനത്തെ ശരിയാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് വസ്തുത. അവസാനം ലോക്ഹീഡ് മാർട്ടിൻ എന്ന നിർമ്മാണ കമ്പനി തന്നെ വേണ്ടിവന്നു ആ വിമാനം പറത്തിക്കാൻ. ട്രംപ് താരിഫ് വർധനവ് കൂട്ടിയപ്പോൾ തന്നെ ഇന്ത്യ F-35 നിരോധിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തിയിരുന്നു. നിലവിൽ ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി റഷ്യ ഇന്ത്യയുടെ ഒപ്പം തന്നെയുണ്ട്. ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ Su-57E എന്ന 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് റഷ്യ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കുറഞ്ഞത് 2 മുതൽ 3 സ്ക്വാഡ്രൺ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. നിലവിൽ റഷ്യൻ Su-57Eക്ക് പുറമെ യുഎസിന്റെ F-35 മാത്രമാണ് പട്ടികയിലുള്ളത്. എന്നാൽ F-35 വാങ്ങുന്നതിൽ താൽപര്യക്കുറവ് ഇന്ത്യക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി ഇന്ത്യയെ സമീപിച്ചത്. Su-30 MKI വിമാനങ്ങൾ നിർമ്മിക്കാൻ നിലവിൽ നാസിക്കിലെ HAL പ്ലാന്റിന് റഷ്യയുടെ ലൈസൻസ് ഉണ്ട്. ഈ നിർമ്മാണ കേന്ദ്രത്തിൽ തന്നെ അത്യാവശ്യം പരിഷ്കരണങ്ങൾ നടത്തിയാൽ Su-57E യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനാകും. ഇതിന് എത്രത്തോളം നിക്ഷേപം വേണ്ടിവരും എന്നത് ഉൾപ്പെടെയുള്ള സാധ്യതാ പഠനമാണ് റഷ്യ നടത്തുന്നത്. ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ-US ബന്ധം ട്രംപിന്റെ താരിഫ് ആക്രമണത്തെ തുടർന്ന് മോശമായ സാഹചര്യത്തിലാണ് റഷ്യ പുതിയ നീക്കം തുടങ്ങിയത്. ഇതുമായി F-35 ഇടപാടിന് US ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതിനോട് ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചില്ല. സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. എന്നാൽ റഷ്യയുമായുള്ള കൂടുതൽ പ്രതിരോധ ഇടപാട് ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.